പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുഭാഷിതം 30:17 ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. തിരുവചനം പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കുത്തിപ്പറക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. എഫേസോസ് 6:2-3 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്: നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. അപ്പോൾ വാഗ്ദാനത്തോടു കൂടിയ ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന്. അവരെ ധിക്കരിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറയ്ക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും എന്ന് തിരുവചനം പറയുന്നു. സത്യവും നീതിയും കരുണയും കരുതലും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. സ്നേഹവും പരിഗണനയും അംഗീകാരവും ബഹുമാനവും എല്ലാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഉണർത്ത് പാട്ടുകളാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ സ്നേഹവും അംഗീകാരവും പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അവ ലഭിക്കാതെ വരുമ്പോൾ നിരാശരും അസ്വസ്ഥരും അതോടൊപ്പം തന്നെ ചിലർ രോഗികളായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമായ വ്യക്തികൾ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ട നിലയിൽ ജീവിക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാകുകയും ശാരീരികമായും മാനസികമായും രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാറുണ്ട്. എത്ര സൗഭാഗ്യങ്ങൾ നമുക്കുണ്ടായാലും, സമ്പത്തോ വലിയ വീടോ വാഹന സൗകര്യങ്ങളോ എന്തൊക്കെ ഉണ്ടായാലും സ്നേഹം ലഭിക്കുന്നില്ല എങ്കിൽ ജീവിതം പലപ്പോഴും നിർഭാഗ്യകരമായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ട് അവർ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന അവസ്ഥയിൽ വിഷമിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്ന ആൺമക്കൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ലഭിച്ചു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹവും ആത്മാർത്ഥതയും നഷ്ടപ്പെട്ട് സ്വാർത്ഥരായി മാറുമ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെടുന്നവരാണ് ഈ മാതാപിതാക്കൾ. എല്ലാവരും അങ്ങനെയല്ല എങ്കിലും ഒത്തിരി മാതാപിതാക്കൾ ഇപ്രകാരം അവഗണനയും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലും നിന്ദനങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 10-7 തിരുവചനം പറയുന്നുണ്ട്, വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു സൂചന. അപ്പോൾ നാം എടുക്കേണ്ട തീരുമാനം, അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, ദൈവം യോജിപ്പിച്ച ബന്ധത്തെ ഒരിക്കലും വേർപെടുത്തരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നാം മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-7 നാം കാണുന്നുണ്ട്. പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായി തീരും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ദൈവം യോജിപ്പിച്ച വിവാഹബന്ധത്തിൽ സ്നേഹത്തിൻ്റെയും പരസ്പര അംഗീകാരത്തിൻ്റെയും ശക്തിയാൽ ആ ബന്ധത്തെ ഉറപ്പിക്കുകയും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്.
മാതാപിതാക്കളെ വിട്ട് എന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ അവഗണിക്കാനോ തള്ളിക്കളയാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ യേശു ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ വാഗ്ദാനത്തോടു കൂടെയുള്ള ആദ്യത്തെ യേശുവിൻ്റെ കൽപ്പന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നാകുമായിരുന്നില്ല. മാത്രമല്ല, മാതാപിതാക്കളെ അവഗണിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുമെന്നും കഴുകന്മാർ തിന്നുകയും ചെയ്യും എന്ന് പറയുമായിരുന്നില്ല. പ്രഭാഷകൻ 3:16 തിരുവചനം പറയുന്നു, പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപം ഏൽക്കും. അപ്പോൾ പക്വതയോടെ ജീവിതത്തെ നേരിടുവാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ഒറ്റപ്പെടുത്താതിരിക്കാനും അവർക്ക് അറിവും ആരോഗ്യവും കുറവാണെങ്കിലും അവരെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്താനും ഓരോ മക്കളും ഓരോ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.